നമുക്ക് പറയാം, നമുക്കുറക്കെ പറയാം, ഇന്നത്തെ പെരുന്നാൾ വിശ്വാസികളുടെ സന്തോഷ ദിനം മാത്രമല്ല, മതേതര ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ആഹ്ലാദിക്കാനുള്ള പെരുന്നാളാണ്. മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ്. മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് ഇന്നത്തെ പെരുന്നാൾ. ഇന്നത്തെ പെരുന്നാളിൽ മതേതരത്വം പുഞ്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉള്ളു തുറന്ന് മതനിരപേക്ഷ മനസ്സുകൾ ആഹ്ലാദിക്കുന്ന, നല്ല കാലം വന്നതിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന പെരുന്നാളുകൾ കൂടി സമാഗതമാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അമിതമായ ആത്മവിശ്വാസം നമ്മെ വഞ്ചിതരാക്കാനും പാടില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു തആല അഹംഭാവികളെയും പൊങ്ങച്ചക്കാരെയും ഇഷ്ടപ്പെടുകയില്ല. രാജ്യത്തിന്റെ പൊതുവായ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രവണതകൾ കേരളത്തിൽ ഉണ്ടായി എന്നതും നാം വിശദീകരിക്കാതെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ വർഗീയത കൊണ്ടോ തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ടോ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചില സമുദായ സംഘടനകളുടെ നേതാക്കൾ മുന്നോട്ട് വന്ന് ന്യൂനപക്ഷങ്ങൾ അനർഹമായത് നേടുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയ ഒരു സവിശേഷമായ സാഹചര്യം കൂടിയാണിത്. സംസ്ഥാന സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നവരെ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് നമുക്കറിയാം. ഉദ്യോഗ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയവും പിന്നോക്കവുമാണെന്ന് വ്യക്തമാക്കുന്ന സച്ചാർ റിപ്പോർട്ട് സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. പക്ഷേ അതോടൊപ്പം അല്ലറ ചില്ലറ പുരോഗതിയൊക്കെ മുസ്ലിം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല. എന്നാൽ അതേതെങ്കിലും ഗവൺമെന്റിൽ നിന്ന് അനർഹമായത് നേടിയത് കൊണ്ടല്ല. ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം ആ പുരോഗതിയുടെ പിന്നിലുണ്ട്. ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം മുസ്ലിങ്ങൾ നേടിയെടുത്ത പുരോഗതിയുടെ പിന്നിലുണ്ട്. ഇവിടെ വിവിധ ജനവിഭാഗങ്ങൾ നേടിയെടുക്കുന്ന പുരോഗതിയുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ വിവിധ മുസ്ലിം സംഘടനകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങളും ആ പുരോഗതിയുടെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. എന്നാൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും പലപ്പോഴായി ആവർത്തിച്ചുകൊണ്ട് ഉയർത്തിവിട്ടുകൊണ്ട് അത് ശരിയാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുകയാണ്. ഇതിനെയാണ് ഗീബൽസിയൻ തന്ത്രം എന്ന് പറയുന്നത്. ഒരു നുണ 100 തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുമെന്നുള്ള സിദ്ധാന്തം. അതാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തടക്കം പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൂടെയൊന്നും സമൂഹത്തിന്റെ സൗഹൃദം തകർന്നു പോവാൻ പാടില്ല. സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിക്കാൻ പാടില്ല. അതിനാൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്ന് ഓരോ സമുദായങ്ങളും എന്തെല്ലാം നേടുന്നു എന്നതിന്റെ കൃത്യമായ ഡാറ്റ പുറത്തുവിടുക എന്നത് മാത്രമാണ് ഈ തെറ്റായ പ്രചരണങ്ങളെ നിർത്താനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത്. കൃത്യമായ ഡാറ്റ സംസ്ഥാന ഗവൺമെന്റ് തന്നെ പുറത്തുവിടണം. ഓരോ സമുദായങ്ങളും ഓരോ വിഭാഗങ്ങളും എന്തെല്ലാം നേടി, എന്താണ് അവരുടെ ഇന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് അധികാരത്തിൽ എത്രത്തോളം പ്രാതിനിധ്യമുണ്ട്. സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിപ്പിക്കുന്ന വർത്തമാനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുക. അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഏറെക്കാലമായി പിന്നോക്ക ജനവിഭാഗങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറയുന്നത്. ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അത് കേന്ദ്രം നടപ്പിലാക്കാൻ സന്നദ്ധമാവുന്നില്ല എങ്കിൽ സംസ്ഥാനമെങ്കിലും നടപ്പിലാക്കുക. സഹോദരങ്ങളെ, അധികാരങ്ങളും വിഭവങ്ങളും മാറി എത്രത്തോളം കൈവശം വച്ചിരിക്കുന്നു എന്നതിന്റെ ആധികാരിക രേഖകൾ ജാതി സെൻസസിലൂടെ പുറത്തു വരുന്നതാണ്. അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹത്തിനും ഇത്തരം കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സവിശേഷമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. അതായത് ശരിയായ വാക്കുകൾ പറയുക, ആളുകളെ പ്രകോപിതരാക്കാതിരിക്കുക, പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം നടത്താതിരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കാര്യങ്ങൾ പറയണം.
പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ മാന്യമായ രീതിയിൽ പറയുക എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ശരിയായ വാക്കുകൾ പറയണം. ശരിയായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കുന്നതാണ്. നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയം അയാൾ വ്യക്തമായ വിജയം കൈവരിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളോടൊപ്പം വലിയ പ്രയാസങ്ങളും ഈ പെരുന്നാൾ ദിനത്തിലുണ്ട്. ഫലസ്തീനിലെ ഗസയിലും റഫയിലുമെല്ലാം നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ് അവയിൽ ഏറ്റവും ഗൗരവം അർഹിക്കുന്നത്. വെടിയൊച്ചകൾ നിലക്കാതെ, അന്നമില്ലാതെ, അപ്പമില്ലാതെ, അഭയമില്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാതെ ഫലസ്തീൻ ജനത കഷ്ടപ്പെടുകയാണ്. ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. പരീക്ഷണങ്ങളിലൂടെ ചിലരെ കടഞ്ഞെടുക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പെരുന്നാളിന്റെ ചരിത്ര പുരുഷൻ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ തുരുതുരാ പരീക്ഷണങ്ങളായിരുന്നു. ആ പരീക്ഷണങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ലോകത്തിന്റെ നായകത്വ പദവി ലഭിച്ചത്. ഫലസ്തീൻ ജനതയ്ക്ക് ലോകത്തിന്റെ നായകത്വ പദവി ലഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണോ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.